നമസ്കാരം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട അഥവാ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. സംസ്ഥാനത്ത് 90 ലക്ഷത്തിൽ പരം റേഷൻ കാർഡുകളാണ് ഉള്ളത്. റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ മാത്രമല്ല, വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും വിവിധ സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ റേഷൻ കാർഡ് ഒരു തിരിച്ചറിയൽ രേഖയായി സമർപ്പിക്കേണ്ടി വരാറുണ്ട്. അതുപോലെയുള്ള പല അവസരങ്ങളിലും പലർക്കും റേഷൻ കാർഡിലെ പേര് അല്ലെങ്കിൽ വിലാസത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ആധാർ കാർഡിലുള്ള പേരിലുള്ള വ്യത്യാസം എന്നിവ കൊണ്ട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. ഏറ്റവും അവസാന മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളുടെ EKYC അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്തപ്പോൾ റേഷൻ കാർഡിലെയും അതുപോലെ തന്നെ ആധാർ കാർഡിലെയും വ്യത്യാസം കൊണ്ട് പലരുടെയും മസ്റ്ററിംഗ് ഉദ്യോഗസ്ഥർ റദ്ദാക്കിയിരുന്നു. റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേരുകൾ ഒരുപോലെയായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെ റേഷൻ കാർഡിലെ നിങ്ങളുടെ പേര്, ഇനീഷ്യൽ, മേൽവിലാസം, അംഗങ്ങളുടെ എണ്ണം, LPG ഗ്യാസ് കണക്ഷൻ തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്തുവാനായി ഭക്ഷ്യവിതരണ വകുപ്പിന്റെ തെളിമ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. റേഷൻ കടകൾക്ക് മുമ്പിൽ താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഡ്രോപ്പ് ബോക്സിൽ തെറ്റ് തിരുത്തുന്നതിനുള്ള അപേക്ഷകളും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പരാതികളും വിടാവുന്നതാണ്. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളിൽ കാർഡിലെ തെറ്റുകൾ കാരണം മസ്റ്ററിംഗ് നിരസിക്കപ്പെട്ടവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തി കാർഡിലെ തെറ്റുകൾ മാറ്റാവുന്നതാണ്. കാർഡിലെ തെറ്റുകൾ തിരുത്തിയാൽ ഇവർക്ക് വീണ്ടും മസ്റ്ററിംഗ് നടത്തുവാനായി സാധിക്കും. എന്നാൽ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വരുമാനങ്ങളുടെ വിവരം, വീടിന്റെ വിസ്തീർണം തുടങ്ങിയവയിൽ മാറ്റം വരുത്തുവാനുള്ള അപേക്ഷകൾ ഈ തെളിമ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കുകയില്ല. ഇത്തരം അപേക്ഷകൾ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ, സിറ്റിസൺ ലോഗിൻ മുഖേന മുൻപെന്ന പോലെ ഭക്ഷ്യവകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കൂ. റേഷൻ വിതരണത്തിലെ പ്രശ്നങ്ങൾ, ഗുണനിലവാരം, അളവ്, റേഷൻ കടക്കാരുടെ പെരുമാറ്റം എന്നിവ സംബന്ധിച്ചുള്ള പരാതികളെല്ലാം തെളിമ ബോക്സിൽ ഇടാവുന്നതാണ്. റേഷൻ കാർഡ് അംഗങ്ങളുടെ ആധാർ നമ്പറും ഇതിലൂടെ ചേർക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അനർഹമായി കൈവശം വെച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകളായ AAY, മഞ്ഞ, PHH, പിങ്ക് എന്ന കാർഡുകളെ കുറിച്ചുള്ള വിവരങ്ങളും രഹസ്യമായി തെളിമ പദ്ധതിയിലൂടെ ഭക്ഷ്യവകുപ്പിനെ അറിയിക്കാനായിട്ട് സാധിക്കും. വിവരം നൽകിയവരെ കുറിച്ചുള്ള യാതൊരു അറിയിപ്പും ഭക്ഷ്യവകുപ്പ് പുറത്തുവിടുന്നതല്ല. വിവരം നൽകുന്ന വ്യക്തിയുടെ പേര് എഴുതണമെന്ന് നിർബന്ധമില്ല. അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്തി ഒഴിവാക്കിയ ശേഷമാണ് മുൻഗണനാ കാർഡുകൾ അപേക്ഷിച്ചിരിക്കുന്ന നീല, വെള്ള കാർഡിലെ അർഹരായവർക്ക് മുൻഗണനാ കാർഡുകൾ ഒഴിവിന്റെ എണ്ണം അനുസരിച്ച് നൽകുന്നത്. അനർഹരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചാൽ വീടുകളിൽ എത്തിയുള്ള ഉദ്യോഗസ്ഥരുടെ പരിശോധനയും ഉണ്ടാകും. അനർഹരുടെ കയ്യിൽ നിന്ന് മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും അവർ വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ കമ്പോള വില ഈടാക്കുകയും അവരെ വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്യും. നേരത്തെ മുൻഗണനാ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നടത്തിയപ്പോൾ ഒട്ടേറെ അനർഹരെ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ആ ഒഴിവുകളോടൊപ്പം ഇപ്പോൾ തെളിമയിലൂടെ നടക്കുന്ന അനർഹരുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പരിശോധനയിലൂടെ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് താമസിയാതെ തന്നെ നീല, വെള്ള കാർഡുകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നതായിരിക്കും. തുടർന്ന് യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുൻഗണനാ കാർഡുകൾ നൽകും. കാർഡ് തരംമാറ്റത്തിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങളെ കൂടി അറിയിക്കും. മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ല.